ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ മിറർ ട്രാപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? കുറച്ച് സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണ് BDD അല്ലെങ്കിൽ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിന്റെ നിക് നെയിം ആണ് ഈ ഒരു മിറർ ട്രാപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഡിസോർഡറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു വ്യക്തി തന്റെ ഇൻസെക്യൂരിറ്റീസിൽ ഹൈലി ഒബ്സസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ അല്ലെങ്കിൽ മിറർ ട്രാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ പല ആളുകളുടെയും ഇൻസെക്യൂരിറ്റീസ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ ഫേസിൽ പിമ്പിൾസ് വന്നതിൽ ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളൊരു മിറർ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ ആകെ കാണുന്നതും ഈ ഒരു പിമ്പിൾസ് മാത്രമായിരിക്കും. നമ്മൾ ആ ഒരു പിമ്പിൾസ് വെച്ചിട്ടായിരിക്കും നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. ആ പിമ്പിൾസ് ആണ് നമ്മുടെ ബ്യൂട്ടിയെ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ മേ ബി അയാൾക്ക് വേറെയും ഫീച്ചേഴ്സ് ഒക്കെ നല്ല ഫീച്ചേഴ്സ് ഉണ്ടാവും, നല്ല ചിരി, നല്ല കണ്ണുമൂക്കെല്ലാം ഉണ്ടാവും. പക്ഷെ അവർ ഈ ഒരു പിമ്പിൾസ് വന്നു എന്ന കാരണം കൊണ്ട് അവരെ കാണാൻ ഭംഗിയില്ല, അവരെ ആരും നോക്കില്ല, അവർ അട്രാക്റ്റഡ് അല്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മിററിന്റെ അകത്ത് അവർ ട്രാപ്പായി പോകുക എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മിറർ ട്രാപ്പിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ ഉണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്ന ആ ഒരു സിംറ്റംസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാ. അപ്പൊ ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ നമ്മൾ മിററിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യും. അതായത് മിററിനെ നമ്മൾ നോക്കുക ചെയ്യില്ല. മിറർ ഉള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ പോലും നമ്മൾ അതിനെ ഒരു എന്തിനോ അവോയ്ഡ് ചെയ്യുന്ന പോലെ നമ്മൾ നോക്കാണ്ട് അങ്ങനെ പോകും. അതാണ് ഒരു സിറ്റുവേഷൻ. പിന്നെ രണ്ടാമത്തെ സിറ്റുവേഷൻ, നമ്മൾ മിറർ ഒരുപാട് നേരം നമ്മൾ മിറർ നോക്കും. അതായത് ഒരു ദിവസം നമ്മൾ 3-4 തവണയൊക്കെ നോർമലായിട്ട് നോക്കാം. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10, 15, 20 തവണയൊക്കെ മിററിൽ റിപ്പീറ്റഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അതായത് നമുക്ക് ഈ ഒരു ഫേസിലുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റി അവിടെ ഉണ്ടോ, അത് ബോറാണോ, അതെങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. ഇതാണ് അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, ആ ഒരു സിംറ്റം. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് എന്തായിരിക്കും, ഒരു മിറർ എടുത്തിട്ട് നമ്മളെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. മണിക്കൂറുകളോളം കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുക. ഈ കണ്ണാടി നോക്കിയിട്ട് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുക, വിഷമിക്കുക, എന്നെ ഒന്നിനും കൊള്ളില്ല, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് രണ്ടാമത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത്. മൂന്നാമത്തെ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ കമ്പയർ ചെയ്യുക. നമ്മളെ വേറൊരാളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുക. ആ ആളെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പം അയാൾക്ക് നമുക്കുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മേ ബി അയാൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതൊന്നും നമ്മൾ നോക്കാതെ, ഇപ്പോൾ ജസ്റ്റ് ഈ പിമ്പിൾസിന്റെ കേസ് പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ പിമ്പിൾസ് ഇല്ലാത്ത ഒരാളെ അവരെന്ത് ലക്കിയാണ്, അവർക്ക് പിമ്പിൾസ് ഇല്ലല്ലോ, അവരെന്നെക്കാളും ബ്യൂട്ടിഫുൾ ആണ്, മേ ബി ഈ ഒരു പിമ്പിൾ ഉണ്ടെങ്കിൽ പോലും ഇയാളായിരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാവുക. പക്ഷെ അതൊന്നും നോക്കാതെ നമ്മൾ അയാൾക്ക് പിമ്പിൾസ് ഇല്ലല്ലോ, എൻ്റെ പോലെ ഇല്ലല്ലോ, അയാൾ ഭയങ്കര ലക്കിയാണ്, ഞാൻ ലക്കി അല്ല, അങ്ങനത്തെ രീതിയിൽ നമ്മളെ തന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് മൂന്നാമത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഒരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എങ്ങോട്ടേലും പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ ആളുകളോട് നമ്മൾ ചോദിക്കും എങ്ങനെയുണ്ട് കാണാൻ, നല്ലതാണോ എന്നുള്ളത്. പക്ഷെ ഇത് ഒരു 10, 15 തവണയൊക്കെ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം തീരുന്നത് വരെയൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കാം, എങ്ങനെയുണ്ട്, മോശമാണോ നല്ലതാണോ എന്നുള്ളത്. ആ ഒരു റീഅഷ്വറൻസ് സീക്ക് ചെയ്യുക എന്ന് പറയാം അതിന്. അപ്പൊ ഈ ഒരു റീഅഷ്വറൻസ് സീക്ക് ചെയ്യുന്നതും ഇതിന്റെ ഒരു സിംറ്റം ആണ്. പിന്നെ നാലാമത്തെ ഒരു സിംറ്റം പറയാന്നുണ്ടെങ്കിൽ, നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരു ഇൻസെക്യൂരിറ്റീസിൽ ഒബ്സസ്ഡ് ആയ കാരണം കൊണ്ട് ഇപ്പൊ നമ്മൾ ഫോട്ടോ എടുത്താലും പോലും നമുക്കിത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഇൻസെക്യൂരിറ്റി മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ മൂക്കാണ് നമ്മുടെ ഇൻസെക്യൂരിറ്റി എന്നുണ്ടെങ്കിൽ ആ മൂക്ക് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നമ്മൾ ആ ഒരു ഫോട്ടോയിലേക്ക് നോക്കും തോറും നമുക്ക് അത് വേഴ്സ്റ്റായി വരുന്ന പോലെ നമുക്കത് ഫീൽ ആവും. അല്ലെങ്കിൽ നമ്മൾ മിററിലാണെങ്കിലും നമ്മൾ നോക്കുന്ന ടൈമിലൊക്കെ നമുക്ക് ഓരോ തവണ മിററിൽ നോക്കുമ്പോഴും അത് വൃത്തികേടായി വരുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. അപ്പോൾ അതാണ് വേറൊരു സിംറ്റം എന്ന് പറയുന്നത്. നമ്മൾ ഫോട്ടോ ഒന്നും എടുക്കില്ല. അതുപോലെ നമ്മുടെ ഫാമിലി ഇവന്റ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള ഗെറ്റ് ടുഗെദർ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് അതിലൊന്നും പോകാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം നമ്മുടെ മൈൻഡിൽ ആരെങ്കിലും ഈ ഇൻസെക്യൂരിറ്റീസിനെ നോട്ടീസ് ചെയ്യോ, അതായത് നമുക്കുള്ള ആ ഒരു കുറവിനെ ആരെങ്കിലും നോട്ടീസ് ചെയ്യോ എന്നൊക്കെ ആയിരിക്കും നമ്മുടെ തോട്ട്സിൽ വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഈ ഒരു കാര്യം ഇപ്പൊ നമുക്കുള്ളത് നമ്മുടെ മൂക്കാണ് അല്ലെങ്കിൽ കണ്ണ്, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ആ ഒരു ഇൻസെക്യൂരിറ്റി ചിലപ്പോൾ പുറത്തുള്ള ആളുകൾക്ക് അത്ര കാര്യമായിട്ടൊന്നും തോന്നുന്നുണ്ടാവില്ല. അവർക്ക് അതൊരു സംഭവമായിട്ടേ തോന്നുന്നുണ്ടല്ലോ. നമുക്ക് മാത്രമായിരിക്കും ഇത് പ്രശ്നം. ഇതുള്ളത് കൊണ്ട് നമ്മളെ കാണാൻ ഭംഗിയില്ല, ഇതുള്ളത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആൾക്കാർ നമ്മളോട് കൂട്ടുകൂടില്ല, ഇത്തരത്തിലുള്ള തോട്ട്സ് ഒക്കെ നമുക്ക് മാത്രമാണ് ഉണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് വരുന്നത്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു BDD എന്ന് പറയുന്ന ഈ ഒരു ഡിസോർഡർ എങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇത് സഡൻലി വരുന്ന ഒരു ഡിസോർഡർ അല്ല. ഇത് നമ്മളിൽ ഡെവലപ്പ് ചെയ്യുന്നത്
സ്ലോലി ആണ്, ഓരോരോ കാരണങ്ങൾ കൊണ്ട് നമ്മളിൽ പയ്യെ പയ്യാണ് ഇതിങ്ങനെ ഡെവലപ്പായി വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് പറയുന്നുണ്ടെങ്കിൽ, നമുക്ക് പാസ്റ്റിൽ നമ്മൾ ഒത്തിരി കളിയാക്കപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് ബുള്ളിയിങ് ചെയ്യുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ബോഡി ഷേമിങ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ തടിച്ചതിന്റെ പേരിലോ, അപ്പോൾ ഒരാൾ നമ്മളിങ്ങനെ ആ ഒരു തടി എന്നുള്ള ഒരു സാധനം പറഞ്ഞിട്ട് കൂടുതൽ ആളുകൾ നമ്മളെങ്ങനെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ട്രോമ കൊണ്ട് നമുക്ക് പയ്യെ പയ്യെ നമ്മുടെ മൈൻഡിൽ അതൊരു പ്രശ്നമാണ്, അതൊരു ഇൻസെക്യൂരിറ്റി ആയിട്ട് അങ്ങനെ വളർന്ന് ആ ഇൻസെക്യൂരിറ്റീസിനെ നമ്മൾ മിററിൽ ചെക്ക് ചെയ്ത് ഈ ഒരു മിറർ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ഡിസോർഡർ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് സ്ലോലിയാണ് നമ്മളിലേക്ക് വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു റിജക്ഷൻ നമ്മൾ ഫേസ് ചെയ്യണം. അത് ചിലപ്പോൾ നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരാളാവാം, നമ്മുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ആവാം. എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ അവർ നമ്മളെ എന്തെങ്കിലും പ്രോഗ്രാമിൽ നിന്നോ ഇവന്റ്സിൽ നിന്നൊക്കെ അവർ അവോയ്ഡ് ചെയ്യാണ്, നമ്മളെ റിജക്ട് ചെയ്യാണ്. അപ്പൊ ആ ഒരു സമയത്ത് മേ ബി അവര് ഈ ഒരു ഇൻസെക്യൂരിറ്റീന്റെ പേരിലൊന്നും ആയിട്ടുണ്ടാവില്ല റിജക്ട് ചെയ്തത്. പക്ഷെ ഏതെങ്കിലും ഒരു ടൈമില് പാസ്റ്റിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ടൈമിൽ അവർ ഈ ഒരു എന്തെങ്കിലും ഒരു ബോഡി ഷേമിങ് പോലത്തെ സംഭവം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് അത് വരികയും നമ്മൾ അതിനെ റിപ്പീറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്യും. ഓക്കെ, എനിക്ക് ഈ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ എന്നെ ഒഴിവാക്കുന്നത്, എന്നെ അവോയ്ഡ് ചെയ്യുന്നത്, എനിക്ക് ഇങ്ങനെ ആ ഒരു റിജക്ഷൻ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണെന്നുള്ള ഒരു തോട്ട് റിപ്പീറ്റഡ് ആയിട്ട് മൈൻഡിൽ വന്നിട്ടും നമുക്ക് ഈ ഒരു ഡിസോർഡർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ മൂന്നാമത്തെ ഒരു പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ, പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അവർ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട്, ഒരു ചെറിയൊരു ഇൻപെർഫെക്ഷൻ പോലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ സ്വഭാവമുള്ള ആളുകൾക്ക് ഇപ്പൊ ഫേസിൽ എന്തെങ്കിലും കാക്കാപ്പുള്ളിയോ അല്ലെങ്കിൽ ഒരു പിമ്പിൾ വന്നിട്ടുള്ള ഒരു മാർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറിവോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർ മിറർ എടുത്ത് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, ഇത് പോയോ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം, നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കണം. അപ്പൊ അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല, അവരുടെ സ്വന്തം ബോഡിയിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത്. അപ്പൊ അങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് മിററിൽ ചെക്ക് ചെയ്ത് ഈ ഒരു ഡിസോർഡറിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നാലാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സോഷ്യൽ മീഡിയന്റെ ഇൻഫ്ലുവൻസ്. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കാണുന്ന പല ആളുകളുടെയും ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ കാണുന്നത് നമ്മളുടെ ബ്യൂട്ടീനെ കണക്റ്റ് അല്ലാത്ത, നമ്മുടെ ബ്യൂട്ടീന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഉള്ള ആളുകളുടെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ക്ലിയർ സ്കിൻ ആയിരിക്കും അവരുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല ഫെയർ സ്കിന്ന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആലോചിച്ച് അവർ പറയുന്നത് അങ്ങനത്തെ ആളുകളാണ് ബ്യൂട്ടി എന്നാണല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്യൂട്ടിഫുൾ അല്ല എന്നൊരു തോട്ട് നമ്മുടെ മൈൻഡിൽ വരികയും നമുക്കിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അതിങ്ങനെ നമ്മൾ തിങ്ക് ചെയ്ത് നമ്മൾ മിററിൽ നമ്മളെ നോക്കും, നമ്മൾ ആ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡുമായിട്ട് ഓക്കെ ആണോ. അപ്പോൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആലോചിച്ച് ഇങ്ങനെ വിഷമിക്കുകയും അങ്ങനെ ഈ ഒരു ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്ക് ഈ ഒരു ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ അല്ലെങ്കിൽ ഈ ഒരു മിറർ ട്രാപ്പ് എന്ന് പറയുന്ന ഡിസോർഡർ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലാണെങ്കിലും നമ്മുടെ പ്രസന്റ് ലൈഫിലാണെങ്കിലും നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ നമ്മുടെ ബോഡിയിൽ അൺകംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഏതൊരു പ്ലേസിലോ സ്പേസിലോ നമ്മൾ അൺകംഫർട്ടബിൾ ആയി കഴിഞ്ഞാലും നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് വേറെ ജോലി അന്വേഷിച്ച് മാറാം, നമ്മുടെ വീട്ടിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് വേറെ വീട് വാങ്ങാം. പക്ഷെ നമ്മുടെ ബോഡിയിൽ അൺകംഫർട്ടബിൾ ആവുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് എത്ര മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഈ ഒരു ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ബോഡിയിൽ അൺകംഫർട്ടബിൾ ആവുമ്പോൾ നമുക്ക് ഒന്നിനും കോൺഫിഡൻസ് ഉണ്ടാവില്ല. നമുക്ക് മര്യാദയ്ക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫോം ചെയ്യാനോ നമ്മുടെ സ്കില്ലൊക്കെ പെർഫോം ചെയ്യാനൊന്നും നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. മേ ബി പാസ്റ്റിൽ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഡാൻസ് ചെയ്യുന്ന ആളുകളാണ് വിചാരിച്ചോ, പാസ്റ്റിൽ അവർ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ടാവും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉള്ള ആളുകളായിരിക്കും. പക്ഷേ നമ്മളുടെ ലൈഫിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഡിസോർഡർ നമുക്ക് വരുന്നത്. അപ്പൊ അത് വന്നതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഉണ്ടാവുക. അപ്പൊ അതാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമതൊരു പ്രോബ്ലം, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെയും ഫാമിലിന്റെയും ഇടയിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആയി പോകും. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു
പേടി ഉണ്ടാവും. നമ്മൾ ഇവരുടെ ഇടയിൽ ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ ഇന്റൻഷനലി അല്ലെങ്കിൽ പോലും അവരിങ്ങനെ നമ്മളുടെ ആ ഒരു ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ച് പറയുമോ, അവർ നമ്മളെ ജഡ്ജ് ചെയ്യോ എന്നുള്ള ഒരു തോട്ട് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് പേടിയായിരിക്കും അവരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കാനും സംസാരിക്കാനൊക്കെ. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരിക്കും ചെയ്യാം. മാക്സിമം സമയത്തും നമ്മൾ അവരിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ശ്രമിക്കുക. പിന്നെ അടുത്തൊരു പ്രോബ്ലം ആണ്, നമുക്ക് എത്ര ഒരുങ്ങി കഴിഞ്ഞാലും നമ്മൾ ഗുഡ് അല്ല എന്നുള്ളൊരു തോട്ട് നമുക്ക് വരിക. നമ്മൾ എത്ര മിററിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് തോന്നും നമ്മൾ അഗ്ലി ആണ്, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ അല്ല, നമ്മളെ കാണാൻ ഒരു ഭംഗിയില്ല എന്നുള്ളൊരു സാധനം നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് എന്തൊരു പ്രോഗ്രാമിന് പോകാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ല, നമ്മൾ നമ്മുടെ ഇവന്റ്സ് ഒക്കെ ക്യാൻസൽ ചെയ്യും. പിന്നെ അടുത്തൊരു പ്രോബ്ലം ആണ് നമ്മളെ തന്നെ ഹെയ്റ്റ് ചെയ്യുക. നമുക്ക് ഈ ഒരു ഇപ്പൊ ജസ്റ്റ് ഒരു പിമ്പിൾസ് ആണെന്ന് വിചാരിച്ചോ, പിമ്പിൾസ് ഉള്ളത് കൊണ്ട് നമ്മളെ കാണാൻ ഭംഗിയില്ല, അല്ലെങ്കിൽ നമ്മുടെ മൂക്ക് നമുക്ക് ഇഷ്ടമല്ല, അപ്പോൾ എന്റെ മൂക്ക് അങ്ങനെ ആയതുകൊണ്ട് എന്നെ കാണാൻ ഭംഗിയില്ല, അങ്ങനെ നമ്മളെ പ്ലാൻസ് ഒക്കെ ക്യാൻസൽ ചെയ്യുക, നമ്മളെ തന്നെ വെറുക്കാൻ തുടങ്ങും. അങ്ങനെ വെറുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മള് സെൽഫായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഈ കയ്യിലൊക്കെ ബ്ലേഡ് വെച്ചിട്ടൊക്കെ വരയ്ക്കുന്ന കണ്ടിട്ടില്ലേ ആളുകൾ, ആ രീതിയിൽ നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യുക. അതേപോലെ സ്റ്റാപ്ലർ വെച്ചിട്ട് നഖത്തിലൊക്കെ അടിക്കുന്ന അങ്ങനത്തെയൊക്കെ ചില ബിഹേവിയേഴ്സ് നമ്മൾ ഭയങ്കര വിയേർഡായിട്ട് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ ഒരു പാർട്ടാണ്. നമുക്ക് ഈ സെൽഫായിട്ട് നമുക്കൊരു ഹെയ്റ്റ് വരുമ്പോഴാണ് നമുക്ക് നമ്മളെ വേദനിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊന്നുകൂടെ സീവിയർ ആവുകയാണെന്ന് വിചാരിക്കുക, നമുക്ക് ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിഷമവും സങ്കടവും ഒക്കെ വന്ന് ഭയങ്കര ഓവർ ആവുന്ന സമയത്ത് നമുക്ക് സൂയിസൈഡ് ടെൻഡൻസി വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും സാഡ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇത്രയും ഒരു വേദന നമുക്ക് ഉള്ളിലുണ്ട് എന്നുള്ളത് മേ ബി പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എല്ലാ ആളുകൾക്കും നമുക്ക് ഇത്രയും ഒരു ഈ ഒരു കാര്യത്തിന്റെ പേരിൽ, ഇൻസെക്യൂരിറ്റിന്റെ പേരിൽ ഇത്രയും വിഷമം ഉണ്ട് എന്നുള്ളത് മേ ബി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോലും അവർ നമ്മളെ സില്ലിയായിട്ട് വിടും. അവർ വിചാരിക്കുന്നത് എന്താ, ഇതൊരു രോഗമാണ് അല്ലെങ്കിൽ ഇതൊരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണെന്നൊന്നും അവർക്ക് മനസ്സിലാവില്ലല്ലോ. അവർ ജസ്റ്റ് നമ്മൾ ആ ഒരു ടൈമിലേക്ക് ആ ഒരു മൂഡ് സ്വിങ്സിൽ പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവർ ജസ്റ്റ് അതിനെ ഇഗ്നോർ ചെയ്ത് വിടുകയാണ് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ. അപ്പോൾ നമുക്ക് എന്താണ് ഒന്നുകൂടെ സങ്കടമാവും. നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടും ആരും അതിനെ ഒന്ന് വേണ്ട രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ വിഷമാവുകയാണ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് ഫൈനലി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇതിനെ നമുക്ക് ഓവർകം ചെയ്ത് എങ്ങനെ പുറത്തു വരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള സാധനം നമ്മുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു അബ്നോർമൽ ആയിട്ടുള്ള കാര്യം നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിൽ ആരെങ്കിലും ഒരാൾ ഇത് നോട്ടീസ് ചെയ്യുകയും നിങ്ങളടുത്ത് പറയുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് നമ്മുടെ ഒരു തോന്നലാണോ, അല്ലെങ്കിൽ നമ്മളടുത്ത് ഒരാൾ പറഞ്ഞിട്ടാണെങ്കിൽ ആ പറഞ്ഞ ആളുടെ ഒരു തോന്നലാണോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇതിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2-3 days ഒന്ന് ഒബ്സർവ് ചെയ്യുക. ശരിയാണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ടോ, എനിക്ക് അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ കൺഫേം ചെയ്യുക, ആണോ അല്ലയോ എന്നുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് തന്നെ ഉണ്ടായിരിക്കണം. അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നല്ല അഫർമേഷൻസ് കൊടുക്കുക. ഇപ്പൊ നമുക്ക് നമ്മുടെ മൂക്കാണ് പ്രശ്നം എന്ന് വിചാരിക്കുക, നമ്മൾ ഒരു മിററിൽ നോക്കിയിട്ട് നമ്മൾ പറയുകയാണ് നിന്റെ മൂക്ക് അടിപൊളിയാണ്, ഈ മൂക്കുള്ളത് കൊണ്ടാണ് നീ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നത്. അതൊക്കെ ഒരു നല്ല അഫർമേഷൻ ആണ്. നമുക്ക് നമ്മളോട് തന്നെ കൊടുക്കാൻ പറ്റുന്ന ആ ഒരു സെൽഫ് ലവ് കാണിക്കാൻ പറ്റുന്ന വാക്കുകളാണത്. അപ്പൊ നമ്മൾ അങ്ങനെ പറയുന്ന സമയത്ത് ഒരു 10 ദിവസം നമ്മൾ അങ്ങനെ പറയുമ്പോൾ 11ാമത്തെ ദിവസം നമുക്ക് തന്നെ തോന്നും, ആ ശരിയാണ്, ഈ ഒരു മൂക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളത്. അതാണ് ഈ അഫർമേഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആക്കാം, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നല്ല നല്ല അഫർമേഷൻസ് കൊടുക്കുക. പിന്നെ 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അത് മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പ്രോബ്ലം അല്ല, ലൈഫിൽ എന്തൊരു പ്രോബ്ലം തന്നെ ആയിക്കോട്ടെ, നമ്മളോട് ഫസ്റ്റ് പറയേണ്ട കാര്യം, ഈ ലോകത്ത് എന്തൊരു പ്രശ്നത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ബോഡീനെ റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങളാണെങ്കിൽ പോലും നമ്മുടെ സയൻസ് എന്ന് പറയുന്നത് വളരെയധികം ഡെവലപ്ഡ് ആണ് ഇപ്പോൾ. അപ്പോൾ ഒരുപാട് ടെക്നോളജീസ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഇപ്പൊ നമുക്ക് നമ്മുടെ സ്കിൻ കളർ തന്നെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ മൂക്ക് ഇഷ്ടപ്പെടുന്നില്ല, നമ്മുടെ മൂക്കിന്റെ ഷേപ്പും സൈസും എല്ലാം നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിന് സർജറീസ് അവൈലബിൾ ആണ്. മേ ബി നമുക്ക് ഈ ഒരു മിറർ ട്രാപ്പിൽ ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ അത്ര സ്റ്റേബിൾ ഒന്നും ആയിരിക്കില്ല. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. പക്ഷെ ഫ്യൂച്ചറിൽ നമ്മൾ ഏൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാനുള്ള, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ രൂപം കോലൊക്കെ
മാറ്റാനുള്ള ഫെസിലിറ്റീസ് ഇന്നിവിടെ അവൈലബിൾ ആണ്. സോ അത് നിങ്ങളൊരു സൊല്യൂഷനായിട്ട് ആദ്യം നിങ്ങളോട് തന്നെ പറയണം. ഇനിയിപ്പോ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഒന്നെങ്കിൽ നമുക്ക് നമ്മളെ സെൽഫ് ലവ് ചെയ്തിട്ട് നമ്മളുടെ എല്ലാ കുറവുകളും കൂടുതലുകളും എല്ലാം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന, നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല എന്നുറപ്പുള്ള ഒരു ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെ വളരെ സീരിയസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ അടുത്ത് പറയാൻ, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ കുറെ ദിവസമായിട്ട് ഇങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കുറച്ച് ബോധമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് അവരൊന്നും പറഞ്ഞു തന്നില്ല, നിങ്ങൾക്ക് വേണ്ട ഒരു സൊല്യൂഷനും കിട്ടിയിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു റിലീഫ് ഉണ്ടാവും. ഇത് 100% ഷുവർ ആണ്. നിങ്ങൾ ഒരാളുടെ അടുത്ത് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു റിലീഫ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് തേടാം എന്നുള്ളതാണ്. നമ്മളുടെ ഈ ലോകത്ത് ഒരുപാട് ഇതിനു വേണ്ടി ഈ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. സൈക്കോളജിസ്റ്റുമാരാണെങ്കിലും സൈക്കാട്രിസ്റ്റുമാരാണെങ്കിലും ഒരുപാട് പേരുണ്ട്. അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മേ ബി ഫിസിക്കൽ ഹെൽത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ഒന്നുകൂടി ഇമ്പോർട്ടന്റ് കൊടുക്കണം നമ്മുടെ മെന്റൽ ഹെൽത്തിന് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.